Hi everyone, welcome to another video. You can see the title of the topic, Macroeconomics, Meaning, Definition and Nature. Okay, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ വെരി ഷോർട്ട് ആൻസർ ടൈപ്പിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. പ്ലസ് എസ്സേ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ടോപ്പിക്കാണ്. മാക്രോ എക്കണോമിക്സ് പഠിക്കുമ്പോൾ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്, ഡെഫിനിഷൻ, നാച്ചർ, സ്കോപ്പ്, ഇമ്പോർട്ടൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. ദറ്റ് ഈസ് ആൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സിലബസിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഏരിയ നാച്ചർ ഓഫ് മാക്രോ എക്കണോമിക്സ്. ദാറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് definition and meaning of macroeconomics. Okay, really very important topic and also very simple topic. സിമ്പിൾ ആണെന്ന് വിചാരിച്ചിട്ട് ഈ ടോപ്പിക്ക് വളരെ ലാഘവത്തോടെ കാണരുത്. ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക, റിവിഷൻ നടത്തുക. ഒന്നോ രണ്ടോ ഡെഫിനിഷനെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. ബൈഹാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി പഠിക്കുക. isn't it? എക്സാം പേപ്പറിൽ, കാരണം ഡെഫിനിഷൻ ആകുമ്പം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയാൻ പാടില്ല ആ എക്കണോമിസ്റ്റ് ഏത് രീതിയിലാണോ ഡിഫൈൻ ചെയ്തത് ഡബിൾ ഇൻവേർട്ടഡ് കോമയിലാക്കിയിട്ട് എന്ത് ചെയ്യണം, ഡെഫിനേഷൻ കൊടുക്കാൻ കഴിയണം. isn't it? ഇപ്പോൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്കറിയാം. വാട്ട് ഈസ് എക്കണോമിക്സ്? ഓക്കെ, ആ ഒരു ടോപ്പിക് ഒന്ന് റെഫർ ചെയ്യണേ. ദെൻ ടു മെയിൻ ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ്, ദാറ്റ് ഈസ് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. എക്കണോമിക്സിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ശാഖകൾ. Isn't it? Then what are the major differences between microeconomics and macroeconomics? തറവായിട്ടുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ദെൻ യു ക്യാൻ ആൾസോ എക്സ്പെക്ട് ദാറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ കീ ഡിഫറൻസസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്? ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ചോദ്യം വന്നാൽ മനോഹരമായിട്ടുള്ള ആൻസർ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. Isn't it? We know microeconomics, then on the other side you can see macroeconomics. Isn't it? ഇപ്പോൾ മാക്രോ എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ് ഈ ടേംസ് ഒക്കെ ഡിറൈവ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഫ്രം ഗ്രീക്ക്. ഓക്കെ, ഗ്രീക്ക് വേർഡിൽ നിന്നാണ് മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ് ഒക്കെ ഡിറൈവ് ചെയ്ത് വരുന്നത്. അതുപോലെ നമുക്കറിയാം എക്കണോമിക്സ് എന്ന് പറയുന്ന വിഷയം, എക്കണോമിക്സ്. Economics, it is actually derived from Greek word oikonomics, isn't it? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു ലിങ്ക് തരണം. oikonomics, that means household management, isn't it? Household management. Then we know microeconomics. Microeconomics, that is actually derived from again Greek word from micros, isn't it? Micros, which means small, isn't it? നിങ്ങൾ ലിങ്ക് ചെയ്തിട്ട് പഠിക്കുക. സ്മോൾ, ദാറ്റ് ഈസ് microeconomics is the microscopic study of economic units, isn't it? Consumer, individual units, firms, household budget and etc., isn't it? Microeconomics is sometimes referred to as price theory, isn't it? അപ്പോൾ ഞാൻ മൈക്രോ എക്കണോമിക്സിൻ്റെ ആ ഒരു ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് റെഫർ ചെയ്യാം. ദെൻ മൈക്രോ എക്കണോമിക്സ് പ്രധാനമായിട്ടും പോപ്പുലറൈസ് ചെയ്തത് ആഡം സ്മിത്ത്. ഓക്കെ, ഹൂ ഈസ് റിഗാർഡഡ് ആസ് ദി ഫാദർ ഓഫ് എക്കണോമിക്സ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് എന്ത്, സിമ്പിളായിട്ട് പറയുന്ന വെൽത്ത് ഓഫ് നേഷൻസ്. ഓക്കെ, വെൽത്ത് ഓഫ് നേഷൻസ്, isn't it? What is the full form? അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഫുൾ ടൈറ്റിൽ എന്ന് പറയുന്നത് ആൻ എൻക്വയറി ഇൻ ടു ദ നാച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നാഷൻസ് ദാറ്റ് പബ്ലിഷ്ഡ് ഇൻ 1776, isn't it? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലുണ്ടാവുക. ദെൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സിൻ്റെ ഡിഫറൻസസ് നല്ല രീതിയിൽ പഠിക്കുക. മാക്രോ എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ആ രീതിയിലുള്ള ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നൗ കം ടു ദി മാക്രോ എക്കണോമിക്സ്. ദെൻ വാട്ട് ഈസ് മാക്രോ എക്കണോമിക്സ്? അപ്പോൾ മാക്രോ എന്ന് പറയുന്ന ടേം, മാക്രോ എക്കണോമിക്സ്, ദാറ്റ് ഈസ് ആക്ച്വലി ഡിറൈവ്ഡ് ഫ്രം Greek word, that is
macros. Macros, that means, large. Okay, നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ macros എന്ന് പറയുന്നത്, large, aggregate. That is, macroeconomics. We can simply say, this is the meaning. Macroeconomics is the study of the behavior of the economy as a whole. Economy as a whole. Microeconomics എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനാണ് പഠിക്കുന്നത്. ഫേം, ഇൻഡസ്ട്രി, or individual consumer behavior, utility maximization, utility minimization, profit maximization, cost minimization, and so on. But here, macroeconomics, which is the study of the behavior of the economy as a whole, isn't it? Economics in the fundamental namakkariyam optimum utilization of the available resources. Like economics, it is also a study of human behavior in relation to production, consumption, exchange, distribution, etc., etc. Means, wants, alternative, uses. ഈ ടേംസ് ഒക്കെ നമുക്കറിയാം. എക്കണോമിക്സ് അറിയാം. എക്കണോമിക്സിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ബ്രാഞ്ചസ് മൈക്രോ എക്കണോമിക്സ്, ദെൻ മാക്രോ എക്കണോമിക്സ്. നിങ്ങളൊരു ബ്രോഡായിട്ട് തന്നെ മനസ്സിലാക്കുക. Isn't it? ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നല്ല ഭംഗിയുള്ള എസ്സേക്ക് എഴുതാൻ പറ്റുക. Isn't it? So simply we can say macroeconomics is the study of aggregates. നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ട ടേമാണ് അഗ്രിഗേറ്റ്സ്. അഗ്രിഗേറ്റ്സ് ആണ് മൊത്തമായിട്ട്, എക്കോണമി ആസ് എ ഹോൾ. Isn't it? Large. Isn't it? അപ്പോൾ ഒരു എക്കോണമിൻ്റെ ഒരു ഫങ്ഷൻ മൊത്തമായിട്ട് പഠിക്കുക. Isn't it? അതിനെ നമ്മൾ എന്ത് വിളിക്കുക? മാക്രോ എക്കണോമിക്സ് എന്ന് വിളിക്കുന്നത്. മാക്രോ എക്കണോമിക്സ് ഈസ് ദ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് which deals with the behavior of the economy as a whole, or macroeconomics is the study of aggregates. Okay, ഒരു ഡൗട്ട് ഉണ്ടാകും. It is the study of aggregates. This is the nature of macroeconomics. Macroeconomicsന്റെ nature, സ്വഭാവം എന്ന് പറയുന്നത് എന്താ? It is not a microscopic study. Microeconomics is the microscopic study, but here, large scale study, economy as a whole. We actually trying to identify, economic problems, macroeconomic problems like unemployment, business cycle, inflation, deflation, isn't it? Then exchange rate volatilities, international trade, economic growth, right? അപ്പോൾ എക്കോണമിയെ മൊത്തമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ ഡീല് ചെയ്യുന്നതാണെന്ത്? മാക്രോ എക്കണോമിക്സ്. ഈ മാക്രോ എക്കണോമിക് വേരിയബിൾസ്, നമുക്ക് സിമ്പിളായിട്ട് പറയുന്ന പ്രധാനപ്പെട്ട വേരിയബിൾസ് ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് ടോട്ടൽ എംപ്ലോയ്മെൻറ്റ്, സിംപ്ലി വി ക്യാൻ സേ നാഷണൽ ഇൻകം, എക്സ്പോർട്ട്, ഓക്കെ, ടോട്ടൽ എക്സ്പോർട്ട്, ദെൻ ടോട്ടൽ ഇമ്പോർട്ട്, ഇൻഫ്ലേഷൻ, ഡീഫ്ലേഷൻ, റൈറ്റ്, general unemployment, total consumption, isn't it? ഇതൊക്കെ എന്താണ്? മാക്രോ എക്കണോമിക്സ് വേരിയബിൾസ് ആണ്. ദെൻ ടോട്ടൽ സേവിങ്, ദെൻ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്, isn't it? And so on. നിങ്ങൾക്ക് ഒരുപാട് വേരിയബിൾസ് ആഡ് ചെയ്യാം. ഈ വേരിയബിൾസിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ? അഗ്രിഗേറ്റ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അഗ്രിഗേറ്റ് എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വിളിക്കുന്നതാണ് എന്ത്? അഗ്രിഗേറ്റ് എക്കണോമിക്സ്. എന്താണ് വിളിക്കുന്നത്? അഗ്രിഗേറ്റ് എക്കണോമിക്സ്. ആൻഡ് മോർ ഇൻട്രസ്റ്റിംഗ്ലി, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മാക്രോ എക്കണോമിക്സിനെ പോപ്പുലർ ആയിട്ട് വിളിക്കുന്നതാണ് ഇൻകം തിയറി. isn't it? മറക്കരുത്, ഇൻകം തിയറി, ഓർ തിയറി ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ്. isn't it? തിയറി ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ്. നാച്ചർ ഓഫ് മാക്രോ എക്കണോമിക്സിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ട പോയിന്റ്സ് ആണ് ഇതൊക്കെ. ഇത്രയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. isn't it? മാക്രോ എക്കണോമിക്സിന്റെ നാച്ചർ എന്താ? ഇറ്റ് ഡീൽസ് വിത്ത് ദ എക്കോണമി ആസ് എ ഹോൾ, എക്കണോമിക് പ്രോബ്ലംസ്, economic policies like fiscal policy, monetary policy, commercial policy, isn't it? Economic growth, economic development, national income, adine average edukka, per capita income, GDP, GNP, etc., etc. Well, that is, here please understand macroeconomics is alternatively called as income theory and also aggregate economics, as a whole. Aggregate economics or theory of income and employment, isn't it?
മൈക്രോ എക്കണോമിക്സിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? പ്രൈസ് തിയറി. കാരണം മൈക്രോ എക്കണോമിക്സിൽ പ്രധാനമായിട്ട് ഡീൽ ചെയ്യുന്നത് പ്രൈസ് ഡിറ്റർമിനേഷൻ, ഡിമാൻഡ്, സപ്ലൈ ആൻഡ് എക്സെട്ര, ഫാക്ടർ പ്രൈസിങ്, പ്രോഡക്റ്റ് പ്രൈസിങ് എക്സെട്ര. ബട്ട് മാക്രോ എക്കണോമിക്സ് ഡീൽ ചെയ്യുന്നത് എന്താണ്? ഇൻകം ഡിറ്റർമിനേഷൻ, എംപ്ലോയ്മെന്റ് ഡിറ്റർമിനേഷൻ. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻകം തിയറി. എക്കോണമിയെ മൊത്തമായിട്ട് ബാധിക്കുന്നത് കൊണ്ട് ഇതിനെന്ത് വിളിക്കുന്നു? അഗ്രിഗേറ്റ് എക്കോണമിക്സ്. Okay, aggregate economics. Then who actually developed the macroeconomics? That is also a fundamental question. Here the father of macroeconomics is J.M. Keynes. Note cheyata marakkarudhu. John Maynard Keynes. അദ്ദേഹം ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആണ്. ഫാദർ ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ്. നമുക്കറിയാം ക്ലാസിക്കൽ എക്കണോമിക്സ് ഉണ്ട് അല്ലേ? ക്ലാസിക്കൽ എക്കണോമിക്സ് കാരണം ഗ്രേറ്റ് ഡിപ്രഷൻ 1929 to 1933, ഗ്രേറ്റ് ഡിപ്രഷൻ നോട്ട് ചെയ്ത് വെക്കുക, ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഗ്രേറ്റ് ഡിപ്രഷൻ, the exact period is actually from 1929 to 1933. That is actually emanated or originated from USA, America. Isn't it? 2008 എക്കണോമിക് റിസഷൻ ഉണ്ട്, അതും അമേരിക്കയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്. ഗ്രേറ്റ് ഡിപ്രഷന്റെ സമയത്ത് ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് നമുക്കറിയാം ആഡം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ, ജെബിസെ, ജെ.എസ്. മിൽ, തോമസ് റോബർട്ട് മാൽത്തസ്, എ.സി. പിഗ്യു, ഇവരൊക്കെ ഡെവലപ്പ് ചെയ്ത തിയറീസ് എന്ത് ചെയ്തു? കാറ്റിൽ പറന്നു. ഒരുപാട് അതിന് ഇഷ്യൂസ് വന്നു. ജനറൽ അൺഎംപ്ലോയ്മെന്റ് വന്നു, ഓവർ പ്രൊഡക്ഷൻ വന്നു, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വന്നു. ആ സമയത്ത് ജോൺ മെനാർഡ് കെയ്ൻസ് ഒരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം കൊണ്ടുവന്നു, ഒരു കോംപ്രഹെൻസീവ് സിസ്റ്റം. അതിൽ ഫിസ്ക്കൽ പോളിസിക്കൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തു. ആ എക്സ്പ്ലനേഷൻസ്, ദാറ്റ് ഈസ് ഓൾട്ടർനേറ്റീവ് ടു ക്ലാസിക്കൽ എക്കണോമിക്സ്. കാരണം കെയ്ൻസ് എന്ത് ചെയ്തു? ക്ലാസിക്കൽസ് എക്കണോമിസ്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും അതിന് ബദലായിട്ട് ഒരു കോംപ്രഹെൻസീവ് എക്കണോമിക്സ് ഡെവലപ്പ് ചെയ്തു. അതാണെന്ത്? മാക്രോ എക്കണോമിക്സ്. ദെൻ അദ്ദേഹത്തിന്റെ ജോൺ മെനാർഡ് കെയ്ൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് എന്ത്? ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. മറക്കരുത്. ആഡം സ്മിത്തിന്റെ വെൽത്ത് ഓഫ് നേഷൻസ് ആണ്. അതുപോലെ ജോൺ മെനാർഡ് കെയ്ൻസിന്റെ ഒരു ഇമ്പോർട്ടന്റ് വർക്കാണ് എന്ത്? ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി, ദാറ്റ് പബ്ലിഷ്ഡ് ഇൻ 1936. ഓക്കെ, ഈ ഡെവലപ്മെന്റ്സിന് വിളിക്കുന്ന പേരാണ് എന്ത്? കെയ്നീഷ്യൻ റവല്യൂഷൻ. എന്താ വിളിക്കുക? കെയ്നീഷ്യൻ റവല്യൂഷൻ ഓർ ന്യൂ എക്കണോമിക്സ്. ഓക്കെ, എന്താ വിളിക്കുക? ന്യൂ എക്കണോമിക്സ്. Isn't it? കെയ്ൻസിനെ ഡിപ്രഷൻ എക്കണോമിക്സ് എന്നും വിളിക്കാറുണ്ട്. ഈ കെയ്നീഷ്യൻ റവല്യൂഷൻ, ഈ പുതിയ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഈ പോളിസി വിളിക്കുന്ന പേരാണ് ഡിപ്രഷൻ എക്കണോമിക്സ്. അത് വിളിക്കാൻ കാരണം എന്താ? ഇറ്റ് ഈസ് റിയലി വെരി ഇൻട്രസ്റ്റിംഗ്. ഡിപ്രഷൻ എക്കണോമിക്സ്. കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. കാരണം ഡിപ്രഷൻ എക്കണോമിക്സ് എന്ന് വിളിക്കാനുള്ള കാരണം കെയ്ൻസ് ഈ ഡെവലപ്മെന്റ്സ് കൊണ്ടുവന്നത് ഏതിലാണ്? ഗ്രേറ്റ് ഡിപ്രഷന്റെ സമയത്താണ്. ഗ്രേറ്റ് ഡിപ്രഷന്റെ കാരണങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ സൊല്യൂഷൻസ് ടു ഗ്രേറ്റ് ഡിപ്രഷൻ. ഹൗ ക്യാൻ വി സോൾവ് ദ ഗ്രേറ്റ് ഡിപ്രഷൻ? ഓവറോൾ അൺഎംപ്ലോയ്മെന്റ്, ലോ പ്രൊഡക്ഷൻ, ബിസിനസ് സൈക്കിൾ ആൻഡ് എക്സെട്ര. Isn't it? ഇതിനുള്ളൊരു സൊല്യൂഷനും ആണെന്ത്? ജോൺ മെനാർഡ് കെയ്ൻസ് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് അതിനെ ആ കെയ്നീഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്നത് എന്താ അറിയപ്പെടുന്നു? ഡിപ്രഷൻ എക്കണോമിക്സ് ആൻഡ് ഓൾസോ ന്യൂ എക്കണോമിക്സ്. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ്. Then now this is about macroeconomics. അതിന്റെ നാച്ചുറൽ aggregate economies, isn't it? Economy as a whole, right? Then Greek word a large എന്നുള്ള concept, macros. Then John Maynard Keynes, father of macroeconomics. Then general theory of employment, interest and money, Keynesian revolution, new economics. ഈ ടേംസ് ഒക്കെ നിങ്ങൾ മനസ്സിലുണ്ടാവുക. Then income theory and also aggregate economics. ഓക്കെ, ഇപ്പം നാച്ചർ ഓഫ് മാക്രോ എക്കണോമിക്സ് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ എഴുതാം. 5 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ എന്താ? എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ദെൻ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് മാക്രോ എക്കണോമിക്സ്? ഞാൻ 2 പ്രധാനപ്പെട്ട ഡെഫിനേഷനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് J.M. കൾബർട്ട്സൺ എന്ന് പറയുന്ന എക്കണോമിസ്റ്റും അതുപോലെ K.E. ബൗൾഡിംഗ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റും. ഓക്കെ, ഇപ്പം നിങ്ങളെ മനസ്സിൽ നോട്ട് ചെയ്യേണ്ട എക്കണോമിസ്റ്റുകൾ ആരാണ്? ഒന്ന് ആഡം സ്മിത്ത്, ഫാദർ ഓഫ് എക്കണോമിക്സ്, വെൽത്ത് ഓഫ് നേഷൻസ്, മൈക്രോ എക്കണോമിക്സ് പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത്. ലൈസൻസ് ഫെയർ സിസ്റ്റം, പ്രൈസ് മെക്കാനിസം, ഇങ്ങനെ ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട്. വി വിൽ ഡിസ്കസ് ലേറ്റർ, isn't it? Then രണ്ടാമതായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു എക്കണോമിസ്റ്റ് ഉണ്ട്, റാഗ്നർ ഫ്രിഷ്. ഓക്കെ, മറക്കരുത് കേട്ടോ. റാഗ്നർ ഫ്രിഷ്, isn't it? നോർവേ
എക്കണോമിസ്റ്റ് ആണ്, നോർവീജിയൻ എക്കണോമിസ്റ്റ്, നോർവേ രാജ്യക്കാരനായിട്ടുള്ള റാഗ്നർ ഫ്രിഷ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ് എന്നുള്ള ടേം ഉപയോഗിച്ചത്, കോയിൻ ചെയ്തിട്ടുള്ളത്. ഇസന്റ് ഇറ്റ്? മൈക്രോ മാക്രോ എന്നുള്ള ടേംസ് ഒക്കെ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ആരാ? റാഗ്നർ ഫ്രിഷ് ഇൻ 1933. ആദ്യമായിട്ടുള്ള ആ ടേം 1933 റാഗ്നർ ഫ്രിഷ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ, 1969 എക്കണോമിക്സിന് ആദ്യമായിട്ട് നൊബേൽ പ്രൈസ് കൊടുത്തു. അതുവരെ എക്കണോമിക്സിന് നൊബേൽ പ്രൈസ് ഉണ്ടായിരുന്നില്ല. 1968 നൊബേൽ പ്രൈസിലേക്ക് എക്കണോമിക്സിനെയും കൂടി ഉൾപ്പെടുത്തി. ദെൻ ആദ്യമായിട്ട് 1969 എക്കണോമിക്സിന് നൊബേൽ പ്രൈസ് കൊടുത്തിട്ടുള്ളതിൽ ഒരാളാരാണ്? റാഗ്നർ ഫ്രിഷ് ആണ്. രണ്ടാമത്തെ ആളാണ് ഇയാൻ ടിൻബർജൻ. ഓക്കെ, അപ്പൊ റാഗ്നർ ഫ്രിഷ് നിങ്ങൾ നോട്ട് ചെയ്യുക. 1933 മൈക്രോ മാക്രോ എന്നുള്ള ടേംസ് ആദ്യമായിട്ട് ഉപയോഗിച്ച എക്കണോമിസ്റ്റ്. ദെൻ പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട എക്കണോമിസ്റ്റ് ആണ് ജോൺ മെനാർഡ് കെയ്ൻസ്. ഓക്കെ, ദെൻ ഡെഫിനിഷൻ ഓഫ് മാക്രോ എക്കണോമിക്സിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പേരാണ് JM കൾബേർട്സൺ, അമേരിക്കൻ എക്കണോമിസ്റ്റ് ആണ്. അതുപോലെ KE ബൗൾഡിംഗ്. isn't it? മൈക്രോ എക്കണോമിക്സിന്റെ ഡെഫിനിഷനും കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സിന്റെ മേജർ ഡിഫറൻസസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. JM കൾബേർട്സിന്റെ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് റിയലി വെരി വെരി ഇൻട്രസ്റ്റിംഗ്. That is, macroeconomic theory is the theory of income, employment, prices and money. I don't want to explain more. ഇതുവരെ പറഞ്ഞ സംഭവങ്ങൾ ആറ്റിക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു ക്രക്സ് ആയിട്ട് തന്നിട്ടാണ് JM കൾബേർട്സൺ. According to JM കൾബേർട്സൺ, macroeconomic theory is the theory of income, employment, prices and money. isn't it? അതുകൊണ്ടാണ് മാക്രോ എക്കണോമിക്സിന് ഇൻകം തിയറി എന്ന് വിളിക്കുന്നത്. കാരണം മാക്രോ എക്കണോമിക്സ് ഡീൽ ചെയ്യുന്നത് എന്താണ്? അഗ്രിഗേറ്റ് ഇൻകം, ടോട്ടൽ എംപ്ലോയ്മെന്റ്, പ്രൈസസ് ആൻഡ് മണി, മണി സപ്ലൈ. isn't it? As a whole, nation as a whole, isn't it? ഇപ്പോൾ JM കൾബേർട്സിന്റെ ഡെഫിനിഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. മാക്രോ എക്കണോമിക് തിയറി ഈസ് ദ തിയറി ഓഫ് ഇൻകം, ഇൻകം ഡിറ്റർമിനേഷൻ, എംപ്ലോയ്മെന്റ് ഡിറ്റർമിനേഷൻ, പ്രൈസ് ലെവൽ ആൻഡ് മണി. Then another very interesting definition that is given by KE ബൗൾഡിംഗ്, that is also very very interesting. അമേരിക്കൻ എക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അദ്ദേഹം KE ബൗൾഡിംഗ് ഡിഫൈൻ ചെയ്യുന്നത് മാക്രോ എക്കണോമിക്സ് ഡീൽസ് നോട്ട് വിത്ത് ഇൻഡിവിജ്വൽ ഇൻകം but with the national income, not with the individual quantity, but with the quantity at the aggregate level, not with the individual prices, but with the general price level, etc. Isn't it? അപ്പോൾ KE ബൗൾഡിങ്ങിന്റെ ഡെഫിനിഷൻ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. നല്ല രീതിയിൽ മനസ്സിലാക്കി എക്സാമിന് കൊടുക്കുക. റൈറ്റ്? അക്കോർഡിംഗ് ടു KE ബൗൾഡിംഗ്, macroeconomics deals not with the individual quantities as such, but with aggregates of these quantities. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ടേമാണ് aggregates. Then not with individual incomes but with the national income, not with the individual prices but with the price level, not with the individual output but with the national output. അപ്പോൾ KE ബൗൾഡിങ്ങിന്റെ ഡെഫിനിഷൻ, അപ്പോൾ ഈ രണ്ട് ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കുന്ന നിർബന്ധമായിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതലായിട്ട് നീട്ടിപ്പരത്തി പറയുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. A to Z വാച്ച് ചെയ്യുക. ദെൻ നിങ്ങൾ നോട്ട് ചെയ്യുക, ജോൺ മെനാർഡ് കെയ്ൻസ് ആണ് മാക്രോ എക്കണോമിക്സ് ഇത്ര പോപ്പുലറൈസ് ചെയ്തത്. അതിൻ്റെ ഒരു കാരണക്കാരനായിട്ടുള്ള ഒരു വർക്കാണെന്ത്? ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഓക്കെ, ദിസ് ഇസ് അബൌട്ട് ടുഡേസ് ടോപ്പിക്, മാക്രോ എക്കണോമിക്സ്, മീനിങ്, definition and nature. Okay, in the coming video we will discuss scope and importance of macroeconomics. അതുപോലെ തന്നെ macroeconomics 1മായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ എന്താ ചെയ്യുക? നിർബന്ധമായിട്ടും വാച്ച് ചെയ്യുക. എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. വിഷ് യു ആൾ ദി ബെസ്റ്റ്. താങ്ക് യു.